പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് മടങ്ങി വീഴുക എന്ന ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഞങ്ങളോട് നീ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. നോമ്പ് കാലത്ത് അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ നിന്നിലേക്ക് മടങ്ങി വരുവാനുമുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ തൃത്വമേ, ഈ ആരാധനയുടെ ഈ സമയം മുഴുവൻ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങൾ സമൃദ്ധമായി നൽകുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ കരുണയും സംരക്ഷണവും തേടി ഞാൻ എളിമയുള്ള ഹൃദയത്തോടെ നിന്റെ മുൻപാകെ വരുന്നു. കർത്താവായ ഈശോയെ, നിന്റെ വിലയേറിയ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് എന്നെ നിന്നിലേക്ക് തിരികെ നയിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയും യഥാർത്ഥ അനുതാപത്തിൽ നടക്കുവാൻ എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഈ ആരാധനാ സമയത്ത് എൻ്റെ സങ്കേതവും വഴികാട്ടിയുമാകണമേ. ആമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെയും പ്രധാന ദൂതന്മാരുടെയും സകല വിശുദ്ധരുടെയും മാർഗനിർദ്ദേശം ഈ ആരാധനയുടെ സമയത്ത് പരിപൂർണമായി എനിക്ക് നൽകണമേ. സ്നേഹനിധിയായ പരിശുദ്ധ അമ്മേ മാതാവേ, നിന്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയിൽ എന്നെ പൊതിഞ്ഞ് എൻ്റെ പരിവർത്തനത്തിന് ആവശ്യമായ വിധം എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേലെ, തിന്മയ്ക്കെതിരെ എന്നെ സംരക്ഷിക്കണമേ. വിശുദ്ധ ഗബ്രിയേൽ മാലാഖായെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശം എനിക്ക് കൊണ്ടുവരണമേ. വിശുദ്ധ റാഫേൽ മാലാഖായെ, രോഗശാന്തിയിലും നവീകരണത്തിലും എന്നെ നയിക്കണമേ. സകല വിശുദ്ധരെ, പ്രത്യേകിച്ച് എൻ്റെ പേരിന് കാരണബോധനായിരിക്കുന്ന വിശുദ്ധനെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കുവാനുള്ള അനുഗ്രഹം തരുകയില്ല എന്ന് ആരറിഞ്ഞു? ഇപ്പോഴും കർത്താവ് പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, ഉപവാസത്തോടെ, കരിച്ചിലോടെ, വിലാപത്തോടു കൂടി എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക എന്ന്. നമ്മുടെ വസ്ത്രങ്ങളല്ല, നമ്മുടെ ഹൃദയങ്ങളാണ് കീറേണ്ടതെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവമായ കർത്താവിലേക്ക് മടങ്ങി വരുവാൻ അവിടുന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കാരണം അവൻ കൃപയും കരുണയും ഉള്ളവനാണ്. കോപിക്കുന്നതിൽ സാവധാനവും സ്നേഹത്തിൽ സമൃദ്ധിയുമുള്ളവനാണവൻ. തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ധ്യാനിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് മടങ്ങുക നമുക്ക് പരിശ്രമിക്കാം. പരിപൂർണമായ ദൈവത്തിലേക്ക് മടങ്ങുക എന്നതിൻ്റെ അർത്ഥം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് കീഴടങ്ങുന്നതിൽ നിന്നും എന്നെ തടയുന്ന പാപങ്ങളെയോ ശീലങ്ങളെയോ ബന്ധങ്ങളെയൊക്കെ ഞാൻ മുറുക്കി പിടിക്കുന്നുണ്ടോ എന്ന്
ചിന്തിക്കുകയും ദൈവത്തിൻ്റെ കരുണ എങ്ങനെയാണ് ആഴത്തിലുള്ള മാനസാന്തരത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. ദൈവത്തോട് കരുണ കാണിക്കുന്നതിനാൽ അവിടുത്തോടു കൂടെ ആയിരിക്കുക ആവശ്യമാണ്. അവിടുത്തോടു കൂടെ ആയിരിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്ന ഏത് കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനെയാണ് പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങുക എന്ന് പറയുക. ദൈവത്തിൽ നിന്നും അകന്നുപോയ സമയങ്ങളെ ഓർത്ത് നമുക്ക് ചിന്തിക്കാം. ധാരാളം സമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ട്. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, സംസാരം കൊണ്ട്. എങ്കിലും അവിടുന്ന് നമ്മെ പല ആവർത്തി, പല തവണ തിരികെ വിളിക്കുന്നുണ്ട്. ദൈവം നമ്മെ തിരികെ വിളിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം, ചിന്തിക്കാം. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് കൂടുതൽ പൂർണ്ണമായി അവനിലേക്ക് മടങ്ങുവാൻ നിങ്ങൾക്ക് എന്ത് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും? തമ്പുരാൻ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്നിലേക്ക് തിരിച്ചു വരുവാൻ ഞാൻ പാടുപീടുകൾ സഹിച്ച് നിങ്ങളെ രക്ഷയിലേക്ക് കൈപിടിച്ച് നടത്തിയിട്ടും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് തിരികെ നടക്കുവാൻ, ആ കുരിശിലേക്ക് തിരികെ നടക്കുവാൻ എന്ത് നടപടികളാണ് നീ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്? നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പ് കാലത്ത് അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു ആന്തരിക നവീകരണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഉണർത്തണമേ. എന്നെ നിന്നിൽ നിന്നും വേർപെടുത്തുന്നതെല്ലാം നീക്കം ചെയ്യുവാനായിട്ട് ഞാൻ സന്നദ്ധനാണ്. അതിനായിട്ട് എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കരുണയെ സ്വീകരിച്ച് അങ്ങയുടെ വഴികളിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. പാപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് അങ്ങയുടെ കൃപയിൽ ജീവിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. കുറേ സമയം ശാന്തമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. എത്രയോ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ അകന്നു പോകുമ്പോഴും അവിടുന്ന് വീണ്ടും വീണ്ടും തന്നിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് എത്രയോ പരിശ്രമിക്കുന്നുണ്ട്. തമ്പുരാൻ്റെ സന്നിധിയിൽ ശാന്തമായി കുറേ സമയം നമുക്കായിരിക്കാം. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകട്ടെ. സമാധാനം നമ്മുടെ ഹൃദയത്തിൽ പറയാം. ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ ബലഹീനതകളുടെ മേലെ കരുണയായിരിക്കണമേ. എൻ്റെ കുറവുകളിൽ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിന് ഉറപ്പായും സമാധാനം നൽകും. വളരെ ശാന്തമായി, സ്വസ്ഥമായി അവിടുത്തെ സന്നിധിയിലായിരിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ സ്നേഹം നമുക്ക് ലഭിക്കാൻ അവിടുത്തെ തിരുഹൃദയത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട നിൻ്റെ ഹൃദയത്തിൽ, തിരുഹൃദയത്തിൽ എന്നെ ഒളിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുരക്തത്തിൽ നിന്ന് വരുന്ന, തിരുഹൃദയത്തിൽ നിന്നും വരുന്ന തിരുരക്തത്തിൻ്റെ വലിയ കൃപ നമ്മെ പരിപൂർണമായും കഴുകി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ മനസ്സാക്ഷിയെ കൂടി നമുക്ക് പരിശോധിക്കാം. ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നതിൽ ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടത്? ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിൽ, അവരെ സ്നേഹിക്കുന്നതിൽ ഏതെല്ലാം മേഖലകളിലാണ് ഞാൻ പരാജയപ്പെട്ടതെന്ന് പരിശോധിക്കാം. എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് മാന്ദ്യം വന്നിട്ടുണ്ടോ? വിശ്വാസത്തിൻ്റെ കുറവ് എന്നിലുണ്ടായിട്ടുണ്ടോ? ഈ നാളുകളിൽ തമ്പുരാനോട് ചേർന്നിരിക്കുന്നതിൽ തടസ്സമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ആരോടെങ്കിലും പകയോ നീരസമോ ഉണ്ടോ? തമ്പുരാനോട് പ്രാർത്ഥിക്കാവോ? എൻ്റെ ദൈവമേ,
നിന്നെ ഞാൻ വ്രണപ്പെടുത്തിയതിനാൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. കർത്താവായ ഈശോയെ, നിന്റെ നീതിയിലുള്ള ശിക്ഷകൾ നിമിത്തം എൻ്റെ എല്ലാ പാവങ്ങളെയും ഞാൻ വെറുക്കുന്നു. എന്നാൽ എല്ലാറ്റിനുപരിയായി നിന്നെ വേദനിപ്പിച്ചതിനാൽ ദൈവമേ, നീ ഏറ്റവും നല്ലവനും എൻ്റെ എല്ലാ സ്നേഹത്തിനും അർഹനുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കൃപയുടെ സഹായത്തോടെ ഇതിനോടുള്ള വലിയ സ്നേഹത്തിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, എൻ്റെ മാനസാന്തരത്തിനും അതുപോലെ തന്നെ നിന്നോട് കൂടി ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുടുംബത്തിലുള്ളവരെയും സുഹൃത്തുക്കളെയും ദൈവത്തിൽ നിന്നും അകന്നു പോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെയും എല്ലാം ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ, നിന്നോട് കൂടി ആയിരിക്കുവാൻ പ്രയത്നിക്കുന്നവരെയെല്ലാം അങ്ങനെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. അവരിലേക്കെല്ലാം കൂടുതൽ കൃപകൾ, അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ, പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രത്യേകിച്ച് പരീക്ഷാകാലങ്ങളിലായിരിക്കുന്ന കുട്ടികളുടെ മേൽ കരുണയായിരിക്കണമേ. വേദനിക്കുന്ന സകലരുടെ മേലും കരുണയായിരിക്കണമേ. ഇന്നേ ദിവസം പ്രത്യേക നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേൽ കരുണയായിരിക്കണമേ. രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. വേദന അനുഭവിക്കുന്ന മേൽ കരുണയായിരിക്കണമേ. വലിയ നിയോഗങ്ങളായിട്ട് പ്രാർത്ഥനാപൂർവ്വം നിൻ്റെ സഭത്തിലെത്തുന്ന എല്ലാവരുടെ മേൽ കരുണയായിരിക്കണമേ. പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാതെ വേദനിച്ചിരിക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രാർത്ഥനയിൽ നിന്നും പിൻവലിഞ്ഞു പോയ ധാരാളം മക്കളുണ്ട്, അവരുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, നിൻ്റെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ അങ്ങിലേക്ക് വിളിച്ചതിന്, ചേർത്ത് നിർത്തിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ ആരാധനയുടെ ഈ വലിയ സമയങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നേ ദിവസം മുഴുവൻ നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ സമാധാനത്തിലും കൃപയിലും ജീവിക്കുവാനായിട്ട് അങ്ങനെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച